ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ കൂടെ ചേട്ടാ ഒരു വിഷാദം മുഖത്ത്? ഇല്ല, വിഷാദമൊന്നുമില്ല. മീനുകുട്ടനെ കണ്ടില്ല? അതാണോ? അതാണ് അല്ല, അതുകൊണ്ട് ഒരു ശബ്ദവും ഇതും ഒന്നുമില്ല ഇവിടെ, ഒരു ഒച്ചകളൊന്നും ഇല്ലാത്ത പോലെ. ഉറങ്ങിക്കിടക്കണ പോലെ അല്ലേ? അല്ലെങ്കിൽ ചെവി കേട്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെവി ഇങ്ങനെ പൊത്തിരിക്കേണ്ടി വരും. ഇപ്പൊ മീനൂട്ടനില്ല എന്ന്. മീനുട്ടൻ എന്താ പറയാ? ഞാൻ ഇന്ന് മീനൂട്ടി ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നാളായില്ലേ വന്നിട്ട്, അതെ, ഞാനൊരു ഇറക്കുമതി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ. അത് മീനുട്ടനെ ഇഷ്ടപ്പെടില്ല കേട്ടോ, ഞാൻ കാര്യം പറഞ്ഞേക്കാം. സംഭവം ശരിയാണ്. തിരിച്ചു വന്ന എന്ത് ചെയ്യാൻ പറ്റും? മീനൂട്ടി തിരക്കിലല്ലേ? ശരിയാട്ടോ MJ സർ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അർജന്റീന തോറ്റതിൽ വരാതിരിക്കുന്ന അതിന്റെ ദുഃഖഭാരം കൊണ്ട് സ്പെയിൻ ജയിച്ചുകൊണ്ട് വരണ്ടേ? പക്ഷെ സ്പെയിന്റെ കൂട്ടത്തിലല്ല, ഇത് അർജന്റീനക്കാരിയാ. അതിന്റെ ദുഃഖഭാരം. അപ്പൊ ഇറക്കുമതി ആരാണ്? വാലില് മങ്കേഷ്കർ എന്നൊക്കെ ചേർത്ത് വിളിക്കാറുണ്ട്. അതൊന്നൊന്നര ഇറക്കുമതിയാ. മങ്കേഷ്കർ. ഞാൻ ഇവിടെ നിന്ന് അങ്ങ് വടക്കോട്ടെല്ലാം പോയി അവിടെ റിയാലിറ്റി ഷോയിലെല്ലാം ശോഭിച്ച ഒരു ഗായികയാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. വേറെന്തെങ്കിലും പേരുണ്ടോ? പിന്നെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഫോർട്ട് കൊച്ചി മമ്മൂഞ്ഞെന്നൊക്കെ. ഫോർട്ട് കൊച്ചി മമ്മൂഞ്ഞാണ്. എനിക്ക് പിടികിട്ടി. മനസ്സിലായോ? അത് ശരി. ആരാ? മങ്കേഷ്കറാണ്. മിയ മങ്കേഷ്കർ ഇന്ന് നമുക്കായി ഇവിടെ ആങ്കർ ചെയ്യുന്നതാണ്. അടുത്ത ഒരു 2-3 എപ്പിസോഡുകളിൽ നമ്മുടെ മിയ മങ്കേഷ്കർ ആയിരിക്കും നമ്മുടെ ഹോസ്റ്റ് ചെയ്യുന്നത്. മതി. എന്റെ മീനൂട്ടനില്ലാതെ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റൂല. അച്ഛന് സങ്കടമോ? 2 ദിവസം ക്ഷമിച്ചേ പറ്റൂ MJ സർ. ഒന്ന് മിയ മങ്കേഷ്കർ വഴിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിയ മങ്കേഷ്കർ എങ്ങനെയുണ്ടെന്ന് നോക്കാലോ. പക്ഷേ മിയ മങ്കേഷ്കറിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആണല്ലേ? കുറെ നാളെ കണ്ടിട്ട്. അപ്പൊ പിന്നെ നമുക്ക് വിളിക്കാം അല്ലേ? അപ്പൊ പിന്നെ വിളിക്കാമല്ലോ മിയ മങ്കേഷ്കർ. അതെ, അപ്പൊ വിളിച്ചേക്കാം അല്ലേ? നമുക്ക് വിളിക്കാം. വെൽക്കം മിയ മങ്കേഷ്കർ. നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. എത്ര നാളായി? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവിടെയോ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഹലോ, ഞാൻ കേട്ടിരുന്ന അവിടെ എന്നെ കുറച്ച് കുറ്റം പറയണം. കുറ്റം പറഞ്ഞു? ഞാൻ ഒരു കുറ്റം പറഞ്ഞില്ലല്ലോ. മീനൂട്ടിനെ മതി സങ്കടം എന്നൊക്കെ പറഞ്ഞില്ലേ? കഷ്ടം. മീനൂട്ടി നോ 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 നോ, ഇത് ഞാൻ സമ്മതിച്ചു തരുന്നതല്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. മീനൂട്ടി അർജന്റീന തോറ്റതിന്റെ ഒരു വിഷമത്തില് വന്നില്ല, ലീവ് എടുത്തു. കഷ്ടം. ഓ, എത്ര നാളായി കണ്ടിട്ട്? എന്തോരം നാളായി കണ്ടിട്ട്. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായി. പിന്നെ സന്തോഷായി, ഹാപ്പി. ഓക്കെ, മീൻകൂട്ടം മതി നോക്ക്. എങ്ങനെയുണ്ട് എന്റെ ഇറക്കുമതി? സൂപ്പർ. താങ്ക് യു. കൈയടി നമ്മുടെ മത്സരത്തിൽ കൊടുക്കാം. നമ്മൾ തുടങ്ങല്ലേ? ഞാനും എക്സൈറ്റഡ് ആണ്. എല്ലാവരുടെയും പാട്ടും പിന്നെ കഥകളൊക്കെ കേൾക്കാൻ. അതെ, ഞങ്ങളും വളരെ എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് ഇന്ന് മിയക്കുട്ടി ഈ ഷോ കൊണ്ടുപോകാൻ പോകുന്നതെന്ന്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. മധുവങ്ങളെ, മധുവങ്ങളോടെ കൊറേ നാളായില്ലേ വന്നിട്ട്? അതെ, ലിറ്റിൽ ഏഞ്ചൽസിനൊക്കെ മിസ് ചെയ്യണില്ലേ? ശരിക്കും മിസ് ചെയ്തുന്നേ. അപ്പൊ നമുക്ക് ഒരു ലിറ്റിൽ ഏഞ്ചലിനെ കണ്ടാലോ? അതെ, വളരെ നല്ല കാര്യം. നമുക്ക് യാമിക്കുട്ടിനെ വിളിച്ചാലോ? യാമിക്കുട്ടിയോ? നമ്മുടെ യാമിക്കുട്ടി. വെൽക്കം യാമിക്കുട്ടി ഓൺ സ്റ്റേജ്. അയ്യോ, പിന്നെയും ചെറുതായി. അമ്പോ, ഇതെന്താ തലയില്? ചെമ്പരത്തി പോവാ. ചെമ്പരത്തി പോവാ. ചെമ്പരത്തി ഇന്നലെ അല്ലേ? ഇന്നലെ ചെമ്പരത്തി ആയിരുന്നോ? കുളിക്കിട്ട കോഴിക്ക്. അത് ചെമ്പരത്തി അല്ല, പിന്നെ താമരയാണോ? അല്ല, താമരയും അല്ല, ഇത് പൂവാണ്. എന്ത് പൂവാ? അതെന്ത് പൂവാ? പൂക്കൾ, പനിനീർ പൂക്കൾ. ഓ, ആ പൂക്കളാ. പറയട്ടെ, എന്റെ വാവ നന്നായി പാട്ട് പാടും. വാവയോ? ശരിക്കും പാടും. വാവയുടെ പേര് വേദവ്യാസ. എന്റെ അമ്മയുടെ മടിയിലിരിക്കുന്നുണ്ട്. വേദവ്യാസം മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടല്ലോ. അതെ, യാമി തിരിച്ചിട്ടാ എന്താ? യാമി എന്നുള്ള പേര് തിരിച്ചിട്ടാൽ എന്താ? മിയക്കുട്ടി ഇവിടെ അടുത്ത് നിൽക്കണ്ടേ? ഒന്നും മിണ്ടാത്ത എന്താ? അതൊരു കണ്ടുപിടുത്താണ്. മിയ. യാമി മിയ. മിയ. ഇത് മീനൂട്ടി
അഞ്ചങ്ങളുടെ മോളുടെ പേര് മീനൂട്ടി. പക്ഷെ ഇത് വേറെ ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ പേര് മീനു. മീനു അല്ല മിയ. മീന. മിയ മിയ. മിയ മിയ മിയ. യാമിയുടെ പേരറിയില്ലേ? യാമിക്ക് യാമിയല്ല യാമി. യാമി. അപ്പം തിരിച്ചിട്ടാൽ എങ്ങനെയാ? മിയ. മിയ. ആ ചേച്ചിയാണത്. മിയ. മിയ ചേച്ചി. എന്തെങ്കിലും സുഖാണോന്നെങ്കിലും ചോദിക്ക് ആ ചേച്ചിയോട്. പാവം. സുഖമായിട്ടിരിക്കുന്നു. സുഖാണോ? ഓ അങ്ങനെയെങ്കിലും ചോദിച്ചല്ലോ, വലിയ സന്തോഷം. അപ്പൊ ഒരു കാര്യം പറഞ്ഞു തീർന്നോ? ഒരുങ്ങനൊക്കെ പറഞ്ഞു തീർന്നു. തീർന്നോ? അതിന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. മധുങ്ങളോടൊരു കാര്യം ചോദിക്കണം. എന്താണ്? ഇത്രയും ദിവസം എന്തിനാ മിസ്സായത്? എന്തിനാണ് മിസ്സായത്? ഞാനൊന്നേ കറങ്ങാൻ പോയതാ. എന്നെ കൂട്ടാതില്ല, ഞാൻ തെറ്റി. വരുവോ? ഞാൻ വിളിച്ചാ വരുവോ? എന്നാ നമുക്ക് ഇനി അടുത്ത തവണ ഒരുമിച്ച് പോവാം. ഓക്കെ ഓക്കെ. എവിടെ കൊണ്ടുപോകുന്ന ചോദിക്ക്. എവിടെ കൊണ്ടുപോകും? എവിടേക്കാ പോണ്ടേ? പാർക്കില്. കൊണ്ടുപോവാ. ഞാൻ ഏറ്റു. പാർക്കില്. ഞാൻ കൊണ്ടുപോവാം. ബീച്ചുള്ള പാർക്കില്. ബീച്ചുള്ള പാർക്കിൽ പോണം. സെറ്റ്. കൊണ്ടുപോകുന്ന പാർക്കിന്റെ പേര് ബത്തേരി പാർക്ക്. അവിടെ വരെ വരണം ഞാൻ. അവിടെ പോണം. ഓ അത് ശരി. അതല്ലേ കൃത്യമായിട്ട് അറിയാം. ബത്തേരിയില് പാർക്കുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് ബീച്ചില്ലല്ലോ. ഞാൻ ഒരു ദിവസം കളിച്ചിട്ട് ഞാൻ നേരെ നോക്കുമ്പോ അവിടെ ബീച്ച് കാണുന്നില്ല. ബീച്ച് ഉണ്ടായിരുന്നോ? ഇവനൊക്കെ വിളിച്ചിട്ട് എന്റെ അച്ഛനമ്മേനൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് അവിടെ വെള്ളത്തിൽ തോണ്ടി കളിക്കാൻ ഇപ്പൊ സ്വപ്നം കണ്ട കാര്യമാണോ പറഞ്ഞത്? സ്വപ്നമല്ല, തോണ്ടി കളിച്ചു. അതെങ്ങനെ തോണ്ടി കളിക്കുന്ന വെള്ളത്തിൽ? കോരി കളിച്ചു. അപ്പൊ വലിയ ചാട്ടം ഇങ്ങോട്ട് വരുമ്പോ ഞാൻ മാറിയിരുന്നു. അപ്പോൾ വല്ല ചാട്ടം ഇങ്ങോട്ട് വന്ന് നനങ്ങി പിണ്ടി. വെള്ളച്ചാട്ടോ? പിണ്ടിയായോ? ഞാൻ നനഞ്ഞ പിണ്ടി. നനഞ്ഞ് പിണ്ടിയായോ? ഓ അത് ശരി. ഞാൻ വിചാരിച്ചു അവിടെ ഇങ്ങനെ കടല് വന്നേന്ന് നനയാനായിട്ട്. അപ്പൊ പാടിയാലോ? റെഡിയാണോ? യെസ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പക്ഷേ ലിറിക്സ് എഴുതിയില്ല. ഡീറ്റെയിൽസ് പറയൂ. പാടിയത് യേശുദാസങ്ങളും വാണിയമ്മയും. പിന്നെ ലിറിക്സ് എഴുതിയത് സന്തോഷ് വർമ്മ. പിന്നെ മ്യൂസിക്. പിന്നെ സംഗീതം ജെറി അമൽദേവ് അങ്കിൾ. പിന്നെ സിനിമയുടെ പേര് ആക്ഷൻ ഹീറോ ബിജു. യെസ്. ഓക്കേ. പിന്നെ ഒരെണ്ണമുണ്ട് വർഷം. 2016. ഓ മിടുക്കി. വെരി ഗുഡ്. സൂപ്പർ. പിന്നെ ഒന്നുണ്ട്, യാമിക്കുട്ടി പാടാൻ പോകുന്നു. പഠിക്കും. പാടിയാലോ? പഠിക്കും. റെഡി? ഓക്കെ. റെഡി? ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. All the best. Thank you. പൂക്കൾ,  നീയും കാണുന്നുണ്ടോ? 「
സൂപ്പറാണല്ലോ. എന്താ ആലോചിക്കണേ? പാട്ട് തെറ്റിപ്പോയി. അയ്യോ. അതാ എനിക്ക് തോന്നി, അതാ ആലോചിച്ചോണ്ടിരിക്കണേന്ന്. ഞാനത് വില്ലേന്ന് പഠിച്ചോണ്ടിരിക്കായിരുന്നു. അപ്പോഴും ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഡെയിലി. ഇതല്ലേ പാടാഞ്ഞേ? വന്നു നാം രണ്ടാളും. അത് വിട്ടുപോയി അല്ലേ? രണ്ടാളും തൊട്ട് തുടങ്ങിയത് അല്ലേ? വന്നു നാം വിട്ടുപോയി. പ്രാർത്ഥിച്ചിരുന്ന അവിടെ അമ്പലത്തിൽ അകത്ത് കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താ വന്നിട്ട് പാടി നോക്കി. പക്ഷെ നടന്നില്ല. എന്താ പ്രാർത്ഥിച്ചത്? എനിക്ക് നന്നായി പാടാൻ പറ്റണം. അങ്ങനെ അത് മാത്രമേ പ്രാർത്ഥിച്ചോളൂ? വരിയൊന്നും തെറ്റാണ്ട് പാടണമെന്നൊക്കെ പറഞ്ഞില്ലേ? അമ്പലത്തിൽ ആരുണ്ടായിരുന്നു? ദേവി ഉണ്ടായിരുന്നു. അപ്പൊ ദേവി കൈവിട്ടല്ലോ. പക്ഷെ ഇപ്പൊ നടന്നില്ലല്ലോ. ഇപ്പൊ തെറ്റിപ്പോയില്ല പാട്ട്. അതൊരു ചുന്ദരിയായിട്ട് ദേവിയെ പോലെ തന്നെ യാമിക്കുട്ടി നിക്കല്ലേ? അതെ, വേറെ എവിടെയൊക്കെ ദേവിക്ക് തെറ്റിക്കായിരുന്നു. അവിടെ ഒന്നും തെറ്റിച്ചില്ലല്ലോ. അവിടെ മാത്രമല്ലേ ആകെ വരി മറന്നുപോയി, പാടാൻ മറന്നുപോയെന്നല്ലേ ഉള്ളൂ, ആ ഭാഗത്ത് വിട്ടുപോയെന്നല്ലേ ഉള്ളൂ. പക്ഷെ പിന്നീട് പാടിയല്ലോ. സൂപ്പർ ആയിരുന്നു. അപ്പൊ ദേവി കാത്ത് രക്ഷിച്ചല്ലോ അവിടെ, അല്ലേ? ആ സംഗതി ഇതുവഴി പോയിടാന്ന് പറഞ്ഞ സംഗതിയിലൊക്കെ ദേവി വന്നല്ലോ. അതെ, അതിലൊക്കെ ദേവി ഉണ്ടായിരുന്നു, നിറച്ച് ദേവി ഉണ്ടായിരുന്നു. ആ പോയിടാന്ന് പറഞ്ഞ സംഗതി എന്തായിരുന്നു? ആ സംഗതി കയ്യിൽ മുഴുവനുണ്ട്. അതെ, ദേവി വന്നല്ലോ. അതെ, എങ്ങനെയത്? സൂപ്പർ. ആ ഈ പാടി എന്തൊരു രസമാണ്. നല്ല രസമുണ്ടായിരുന്നു ആ തുടങ്ങിയത്. മധു പാടുന്നത് ശരിയാവില്ല. വനി മുഴുവൻ എനിക്ക് മനസ്സിലായി ദേവി എന്തുകൊണ്ടാണ് മറന്നുപോയെന്ന്. എന്ന് പറഞ്ഞ ക്യാമറയെ നോക്കി പാടുന്നില്ല, എപ്പോഴും അമ്മ അച്ഛനെ നോക്കിയാണ് പാടുന്നത്. അപ്പൊ ദേവി അതുകൊണ്ടായിരിക്കും. വേദവ്യാസനിടയ്ക്ക് നോക്കി. ഇനി അങ്ങനെ ചെയ്യേണ്ടതൊക്കെ അതാണ് ദേവിക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി മറക്കാതിരിക്കാൻ? അങ്ങോട്ട് നോക്കി പാടണം. ജഡ്ജസിനൊക്കെ നോക്കാം, പക്ഷെ അമ്മയുടെ അച്ഛന്റെ മുഖത്ത് മാത്രം നോക്കരുത്. കറക്റ്റ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ മാത്രം നോക്കാം, നോക്കാന്നല്ലേ? ഓക്കെ. ഈ ചേച്ചിയുടെ പാട്ട് എനിക്കറിയാം. അന്നുവായി കോയിലെ അങ്ങ് വായി കോഴി എങ്ങനെയുണ്ട്? അന്നുവാണി കോവിലെ കോഴിയെ നല്ല ചേട്ടാ. അമ്പലത്തിലെ കോവ്. മായൊരു തെങ്ങും പാടിയില്ലേ? എങ്ങനെയായിരുന്നു? ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പിന്നെ എങ്ങനെയായിരുന്നു? 4 പ്രാവശ്യം പാടിയില്ലേ? അത് 4 പ്രാവശ്യം പാടി, പക്ഷെ 4 പ്രാവശ്യം ഉണ്ടായതുകൊണ്ട് 4 പ്രാവശ്യം പാടിയതാ. ഇപ്പോഴും അമ്മയെ നോക്കിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും കേട്ടോ. അമ്മയെ നോക്കി അമ്മേനെ നോക്കുന്നില്ല ഞാനിങ്ങനെ വെറുതെ ചുമ്മാ ഇങ്ങനെ തിരിഞ്ഞതാ അമ്മേനെ നോക്കുന്നത്. പക്ഷെ തിരിഞ്ഞപ്പോ കൃഷ്ണമണി രണ്ടും അമ്മയുടെ അടുത്താ. സമ്മതിച്ചു തരില്ല അമ്മേനെ നോക്കുകയാണെന്ന് ഞാൻ സമ്മതിക്കേയില്ല. എന്നാ എനിക്കൊരു ഐഡിയ ഉണ്ട്. ജഡ്ജസിനെ ഇവിടെ ഇരുത്താ, അമ്മയും അച്ഛനെയും അവിടെ ഇരുത്താം. അതല്ല നല്ലത്. എന്നാ പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് നോക്കുവോ അതോ അവിടേക്ക് നോക്കുവോ? അങ്ങോട്ട് നോക്കൂ. ആണോ? മധുവെങ്കിലിന് ഒരു പണിഷ്മെന്റ് ഉണ്ട്. അയ്യോ, അതെന്തിനാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ പണിഷ്മെന്റ്? ഇത്രയും ദിവസം മിസ്സായതിന് സങ്കടായി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചൈനല്ല പാട്ട് ഇട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ മധുവെങ്കിലത്തില്. എനിക്കത് മിസ്സായി പോയി, കേൾക്കാൻ പറ്റിയില്ല. എന്താ പണിഷ്മെന്റ്? മധുവെങ്കില് ആ മിഠായി മണേനെ കൊട്ടലിലേക്ക് കെട്ടി മിഠായി മണ മറിച്ചുമ്പോ മധുവെങ്കിൽ നേരെ വന്ന് ഇവിടെ മിഠായി മഴയുടെ കൂട്ടത്തില് വേറത് ഇവിടെ നിന്നിട്ട് ഞാനും ചേച്ചിയും കൂടെ പിടിച്ചു നിന്നിട്ടപ്പോ മിഠായി മഴ താഴേക്ക് വീഴുമ്പോ മധുവെങ്കില് തലമണ്ടയ്ക്ക് വീഴും. ഓ, ഞാൻ മിഠായി മഴയുടെ താഴെ നിൽക്കണം, തലയിൽ മുഴുവൻ മിഠായി വീഴണം, ആ വേദന ഞാൻ സഹിക്കണം. അതാണ് സംഭവം, അതാണ് വേണ്ടത്. പാവല്ലേ യാമിക്കുട്ടി? ശരി, ഓക്കെ. അത് ചോദ്യമാണ്. മധുവെങ്കിലിന് ജീവിക്കണ്ടേ? പാട്ട് സൂപ്പർ ആയിരുന്നു കേട്ടാ, കലക്കി. എനിക്ക് ആ ആക്ഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇതുവഴിയെ പോയിട് എന്നൊക്കെ പറയുമ്പോ ആക്ഷൻ ഇല്ലേ, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, അതൊക്കെ നന്നായിരുന്നു കേട്ടോ, വളരെ നന്നായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി മധുരമഴ നനയണോ അല്ലെ? തലയിൽ വീഴ്ത്തണം എന്റെ. ഓക്കെ, വരാം.
മിഠായി മഴ വേണോ പ്രസന്റ് വേണോ? പ്രസന്റ് വേണം. ഇവിടെ മധുവങ്കിലേക്ക് രണ്ടും വേണോ അവക്ക്? എന്റെ മഴയിൽ തന്നെ കുട്ടച്ച 5 സ്റ്റാറും അയ്യോ ഇത് ശരിക്കും മാത്രം ഇട്ടാ മതി. അത് വേദന ഉണ്ടാവില്ല തലയിൽ വീണ. എല്ലാം കൂടെ തലയിടണേ. അയ്യോ അപ്പോ നമ്മുടെ മധുക്കുട്ടൻ നനയാൻ പോവാണ് മധുരമഴയിൽ. ഒരട്ടങ്ങനെ ഒരു യാമി മധുരമഴ. കുട്ടച്ചന് കുറച്ച് മര്യാദയൊക്കെ ഉണ്ട്. അയ്യോ യാമിക്കുട്ടി ശിക്ഷ നടപ്പിലാക്കി കുട്ടച്ചൻ. മിഠായി എടുത്തോ? അത്ര മതിയാ? എടുത്തോ ഇതൊന്ന് പിടിക്കേ. പിടിക്കാലോ? മൊത്തം എടുക്കണം. എടുത്തു. അത്ര മതിയാ? അവിടെ മഴ അതെന്താ തലയിലിട്ടത്? എനിക്ക് ശിക്ഷ കിട്ടി, മധുവങ്കിളിന് ശിക്ഷ കിട്ടി. അയ്യോ എന്തിനാ യാമിക്കുട്ടി എന്തിനാ ശിക്ഷ വാങ്ങിച്ചേ? എനിക്ക് വേണം ശിക്ഷ. എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. ഒരു രസം. യാമിക്കുട്ടിക്ക് പ്രസന്റ് വേണോ? വേണോ? ഇങ്ങോട്ട് വന്നേ, തരാം. അപ്പൊ നമുക്ക് പോയി അത് വാങ്ങിച്ചാലോ? ഞാൻ വരട്ടെ? ഓക്കെ. കോളടിച്ചല്ല, കാക്ടസിനെ കിട്ടിയല്ലോ. സംസാരിക്കണ കാക്ടസ്. ഹലോ. മത്സ്യന്റെ ശബ്ദമാ വന്നത്. യാമിക്കുട്ടി ഓക്കെ. ഉമ്മ കൊടുത്തില്ലല്ലോ. അന്ന് ഉമ്മ കൊടുത്തോ? ആർക്കാ? എനിക്കാ? ഓ ഞാന് തരട്ടെ. അപ്പൊ സമ്മാനം തന്ന MJ അങ്കിളല്ലേ? അപ്പൊ ആരിച്ചേച്ചിക്ക് ഫീൽ ചെയ്യില്ലേ? ചേച്ചി വേണം. ആരിച്ചേച്ചിക്ക് വിഷമാവും. ഓക്കെ ടാറ്റാ. വിജി ചേച്ചി, നമ്മുടെ ഇനി അടുത്ത് വരാൻ പോണത് റിയാൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പാടൂട്ടോ. അടിപൊളി പാട്ടാണേ. ഒരു അസാധ്യ പാട്ടാ. അപ്പൊ നമുക്ക് റിയാൻ ചേട്ടനെ വെൽക്കം ചെയ്താലോ? ആയിക്കോട്ടെ. വെൽക്കം റിയാൻ ചേട്ടാ. റിയാൻകുട്ടാ, എന്തോ സാർ? ഇവിടെ ആരാ വന്നിരിക്കുന്നത് അറിയാമോ? പിന്നെ ആരാ? വൈക്കം വിജയലക്ഷ്മി ചേച്ചി. ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി ഹായ്. ഹായ്. സൂപ്പർ പാട്ടാട്ടോ. എന്റെ പൊന്നോ, സുഖാണ്. താങ്ക് യു. അയ്യോ, എന്തുണ്ട് വിശേഷം? സുഖം. നേതാ പാടുന്നേ? അല്ല, ഇന്ന് പാട്ടെന്താന്ന് അറിഞ്ഞൂടാ. അയ്യോ, അത് ചങ്സ് ചോയ്സ് ആണ് അല്ലേ? ചങ്സ് ചോയ്സ് ആണ്. ചങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണേ. നമ്മള് മൂന്ന് പേരും ചങ്സ് ചങ്സ് ആണ് ഓ, നമ്മള്. നമ്മൾ ചങ്സ്. ഏതാണ് ചോയ്സ് എന്ന് നമുക്ക് നോക്കണ്ടേ റിയാൻകുട്ടാ? Yes. അതിനു മുമ്പേ റിയാൻകുട്ടാ, ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഫാൻസ് ഒക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ. അതെ അവരെന്തൊക്കെ പറയണേ? നന്നായി പാടിന്നൊക്കെ പറഞ്ഞു. ആണോ? അതെ ഏറ്റവും വലിയ ഫാൻ ആരാണ്? ഏറ്റവും വലിയ ഫാൻ ഒന്നുമില്ല, എല്ലാരും ഫാൻസ് തന്നെ. ആണോ? എപ്പോഴും വിളിച്ച് സംസാരിക്കുന്ന ഫാൻ ആയത്? നമ്മുടെ ഒരു ഗിരീഷ് എന്ന് പറഞ്ഞിട്ടൊരു അങ്കിള്. ഗിരീഷ് അങ്കിൾ. ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടൊരു അങ്കിള്. ആ അങ്കിള് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വിളിക്കായിരുന്നു. ഇപ്പൊ ഇടക്കിടക്കേ വിളിക്കാറുള്ളൂ. അതെന്താ ഗിരീഷ് അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും നമ്മുടെ റിയാൻകുട്ടനെ? എപ്പോഴും വിളിച്ചോ? സമയം കിട്ടുന്നുണ്ടാവൂല. ഇവിടെ മുങ്ങി നടന്ന ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്, കണ്ടോ? റിയാൻ ചേട്ടാ, റിയാൻകുട്ടാ. അപ്പൊ മധുവങ്കള് തിരിച്ചു വന്നിട്ടുണ്ട്. റിയാൻകുട്ടാ. കൊറേ നാൾക്ക് ശേഷം. സുഖ സാറേ. എത്ര മിസ് ചെയ്തു അറിയാമോ എല്ലാവരെയും? ഞാനും മിസ് ചെയ്തു സാറേ. ശരിക്കും? പിന്നെ ആണോ? ഞാനും വല്ലാതെ മിസ് ചെയ്തു എല്ലാരെയും. ഇവിടെ ചങ്സ് ചോയ്സിൽ റിയാൻകുട്ടൻ മധുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? നേരത്തെ. എന്നിട്ട് എന്നിട്ട് ഉണ്ണിയങ്കളിനെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞതാ. അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് പാട്ടെന്ന്. റെഡി. യെസ് റിയാൻകുട്ട, ആരെയാ സെലക്ട് ചെയ്യണേ? മധു സാർ. മധുവങ്കളിനാണോ? ഇതെന്തുകൊണ്ടാ മധുവങ്കളെ സെലക്ട് ചെയ്യുന്നത്? കൊറേ നാളായില്ലേ? അതെ, പാവം. മിസ് ചെയ്തു. അതുകൊണ്ട് പോട്ടെ, മധു ആയിക്കോട്ടെ. അടിപൊളി ഹിറ്റ്സ്.
അടിപൊളി ഹിറ്റ്സ് ആണ്. ആഹാ, എന്റെ ഫേവറേറ്റ് റൗണ്ട് ആണല്ലോ റിയാൻ കുട്ടാ. ആ പിന്നെ അമ്പോ, ഏതാ പാട്ട്? മല്ലികപ്പൂ ആ ആഹാ MJ സാറിന്റെ പാട്ടാ. ഇത് അടിപൊളി പാട്ടാണോ? ഒന്നും അറിയില്ല കേട്ടോ, പാവം. അതെ. വിജിക്കുട്ടി, ഞാൻ ഒരു പാവല്ലേ? പിന്നെ പാവം പൂച്ചക്കുട്ടൻ മൊയല് കുഞ്ഞ്. ഗുരുനാഥ്. വൈക്കം വിജയലക്ഷ്മി ചേച്ചിനെ ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ടായി. ആണോ? എവിടെയാ? ദർബാർ ഹാളിൽ വെച്ച്. ഓർമ്മയുണ്ടോ? ആണോ? ഒയ്യോ, എപ്പോഴായിരുന്നു? എറണാകുളത്ത് ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായി. ഉണ്ടായിരുന്നല്ലേ? മിയാവും മിയാവും എന്നൊക്കെ പറഞ്ഞു. ആ, മ്യാവ് മ്യാവ് പറഞ്ഞായിരുന്നല്ലേ? അത് ഫോൺ വയ്ക്കുമ്പോഴും എടുക്കുമ്പോഴും മ്യാവ് എന്ന് പറയാറുണ്ട്. ഒരു സംഗീതമൊക്കെ ഉണ്ടല്ലേ? അതെ. അപ്പൊ റിയാൻകുട്ടാ എന്തോ പാടിക്കോ, സൂപ്പർ ആക്കിക്കോ. ഓക്കെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് റിയാൻ ഓൾ കുട്ടാ. ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് ഹലോ, യു. ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക് യു ചേച്ചി. അപ്പൊ എല്ലാവരും റിയാൻ കുട്ടന് QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യണം. മല്ലികപ്പൂ തൊട്ട് തൊട്ട് പല്ലിവയിൽ ചില്ലണിഞ്ഞ് പന്തിനില പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കുറുകുഴൽ കിളിക്കുറുകവേ കുളിരുറുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി പരമായി ചാരി നീ. മല്ലികപ്പൂ തൊട്ട് തൊട്ട് പല്ലിവയിൽ ചില്ലണിഞ്ഞ് പന്തിനില പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് മയക്കത്തിലോ പെണ്ണ് മയക്കത്തിലോ മായാ ദ്വീപിനക്കരയോ വിളിച്ചുണർത്തും നിന്നെ വിളിച്ചുണർത്തും കാണാ കാറ്റ് കൈവിരലാൽ പരിഭവം ഒരു പാട്ടാകും സ്വരമണിയുടെ മുത്താകും ആദ്യ രാത്രിയിലാതിരേ മോതിരമാവും ഞാൻ. മല്ലികപ്പൂ തൊട്ട് തൊട്ട് പല്ലിവയിൽ ചില്ലണിഞ്ഞ് പന്തിനില പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് കൂറി വരച്ചും പട്ട് കുടഞ്ഞൊടുത്തും താഴം പൂക്കൾ വെടഞ്ഞണിഞ്ഞും കവിൾ തൊടുത്തും കണ്ണിൽ കനവുദിച്ചും കാവൽ തുമ്പി പറന്നുയർന്നും ഉഷസുണരുമൊരാരാമം കസവണിയുമൊരാകാശം നിന്റെ ഗാനമൊരിന്ദ്രനീലപ്പൂവിതളായി പൊഴിയും. മല്ലികപ്പൂ തൊട്ട് തൊട്ട് പല്ലിവയിൽ ചില്ലണിഞ്ഞ് പന്തിനില പന്തലിലെ മുന്തിരിത്തേ മുത്തണിഞ്ഞ് കുറുകുഴൽ കിളിക്കുറുകവേ കുളിരുറുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയായി പരമായി ചാരി നീ. ഹിമഗിരി തനയേ മലതേ അംബരീശ്വരി ശ്രീലളിതേ മാമവ ഹിമഗിരി തനയേ
മലതേ നിസ സനി 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 സഗമ പനി പഗമ പനി പനി സമഗ സനി പവനി പമഗ സനി സഗ ഗഗ ഗ സനി സനി പമ പനി സഗ നി സഗ നി സഗ നി സഗ നി സഗ നി സമ നി സമ നി സമ നി സമ നി സഗ മ പസ പനി ഗ സനി സഗ മ പസ മ സനി പനി ഗ സനി സഗ മ പ മല്ലികപ്പൂ പൊട്ട് തൊട്ട് അല്ലിവയിൽ ചില്ലണിഞ്ഞ് വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്, വെരി താങ്ക് യു നൈസ്. സാർ. MJ അങ്കിളെ, യാ MJ അങ്കിളുടെ പാട്ടാണ് റിയാൻകുട്ടൻ പാടിയത്. എങ്ങനെയുണ്ട്? ഊക്കരായിട്ട് പാടി മക്കളെ. താങ്ക് യു സാർ. Yes. ഒരുപാട് ഇടങ്ങൾ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ. താങ്ക് യു സാർ. എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി പാടുന്നുണ്ട്. റിയാൻകുട്ടൻ അങ്ങനെയാണ് കേട്ടോ മിയക്കുട്ടാ, ഓ എല്ലാം മനസ്സിലാക്കി പാടും. ഓ ഓരോ ഇടങ്ങൾ മാത്രമല്ല, ആ സ്വരങ്ങൾ. എന്നെ പോലെയല്ലേ? അതെ അതെ, ആ ശരിയാട്ടോ, കറക്റ്റാ. ഓരോ നൂക്ക് ആൻഡ് കോർണർ ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിലുള്ള ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് നമ്മുടെ റിയാൻകുട്ടൻ പാടുന്നത്, അല്ലേ റിയാൻകുട്ടാ? അതെ അതെ. ആ അപ്പൊ ഇതിലെന്താ വെച്ചാ അങ്കിൾ ഇത്തരം ട്യൂണുകളെ അങ്കിൾ വിളിക്കുന്നത് ഞാൻ മുത്തുമാല ട്യൂൺ എന്നാണ്. മുത്തുമാലയോ? ആ മുത്തുമാല ട്യൂൺ അതെന്ന് കഴിഞ്ഞാൽ കുറെ മുത്തുകൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. ആ. ആ മുത്തുകളൊക്കെ കുറെ സ്വരങ്ങളാണെന്ന് വെച്ചോ. ആ നമ്മള് അവരെ അടുക്കി 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 ഒരു മാലയാക്കി മാറ്റുന്ന ഒരു പരിപാടി. സ്വരമണിയുടെ മുത്താകും. ആ Yes, yes. സ്വരമണിയുടെ മാല. അത് തന്നെ സ്വരമണിയുടെ മുത്തുമാല. മുത്തുമാല. ആ അപ്പൊ ഇപ്പോ സ ഗ മ പ എന്നുള്ള നോട്ട്സ് ഉണ്ട് അല്ലെ? യെസ് യെസ്. അത് മല്ലിക. ഓരോ മുത്തുകളാണ്. അതെ. സ ഗ മ പ. നിതമപ. ആ നിതമപ്പ ചില മുത്തുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ആ നിത ഗമപ. അത് നിതമപ്പ നിതമപ. നീ നീ നിതമപ്പ നിതമപ. ഗമപ ഗ. ഗമപ ഗ ഗരി നിസ. ആ അപ്പൊ ഇത്രയും മുത്തുകളെ നമ്മളിങ്ങനെ അടുക്കി വെച്ചു. ആ ഇനി മറ്റു മുത്തുകളും വേണ്ടേ? ആ മ മ മ പ പ സ സ നി പ നി പരി രി സ രി സ പ ഗ ഗ രി സ രി അല്ലേ? ആ അത് കഴിഞ്ഞാൽ എല്ലാ മുത്തുകളെയും കൂടെ ഒരു മാലയാക്കി സരി ഗ സ നി സദാ പദ നി പ ഗ മ രി അല്ലേ? അതെ അതെ. അപ്പോ അത് പാടുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രോഗ്രഷൻ, വോളിമിന്റെയും പ്രോഗ്രഷൻ ഉണ്ട്. അപ്പോ മോഡുലേഷൻസ്. അത് പാടി. ആ ഇനി ഇതിനേക്കാളും കുറച്ചുകൂടെ വോളിയം വേണം. ഇനിയും വോളിയം വേണം. പിന്നെ മല്ലികപ്പൂ പൊട്ടു തൊട്ട് അങ്ങനെ പാടും. ഇപ്പൊ മനസ്സിലായോ? ആ അപ്പൊ ആ മുത്തുമാല ഒന്ന് കൊണ്ടുവന്നേ നോക്കട്ടെ. മല്ലികപ്പൂ ഞാ. പൊട്ടു തൊട്ട് ഉം. അല്ലിവയിൽ ചില്ലണിഞ്ഞ് ഉം. പന്തിനില പന്തലിലെ ആ. മുന്തിരിത്തേൻ ഇനി മുത്തണിഞ്ഞ് വോളിയം കൂട്ടണം. കുറുകുഴൽ കിളി അത് അവിടെ. കുറുകവേ കുറുകൂഴൽ അത്രയും കൂട്ടണ്ട. കുറുകുഴൽ കിളി കുറുകവേ കുളിരുറുകവേ കഥ പറയവേ ഇനി കൂടുതൽ. മധുചന്ദ്രലേഖയായി വരവായി ആ അങ്ങനെ വരണം. ഇതില് ഇടയ്ക്കിടയ്ക്ക് മോൻ കുറച്ച് കൂടുതൽ വോളിയം വരുന്നുണ്ട്. അത് വേണ്ട, അത് ശ്രദ്ധിക്കണം കേട്ടോ. ആ അപ്പൊ ഇങ്ങനെ ഒരു മുത്തുമാല ട്യൂൺ എനിക്കിപ്പോ ഇങ്ങോട്ട് ഉണ്ടാക്കി തരുമോ? ആ. കുറച്ച് മുത്തുകൾ അടുക്കി വെച്ചേ ആദ്യം. ഇതുപോലെ ഒരെണ്ണം കമ്പോസ് ചെയ്യാൻ. കമ്പോസ് ചെയ്തു ഓ അങ്ങനെയോ? പെട്ടെന്ന്. Yes, ആ, ഇപ്പൊ പെട്ടെന്ന്. തന്നെ കമ്പോസ് ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റ് കോമ്പോസിഷൻ റിയാൻ ഇപ്പൊ കൂട്ടനെ. തന്നെ കമ്പോസ് ചെയ്തോ? ചെയ്തോ. മനസ്സിൽ വരുന്നത് എന്താച്ചാ കുറച്ച് മുത്തുകൾ നമുക്ക് അടുക്കി വെച്ചാലോ? മുത്തുകൾ അടുക്കി വെക്കാന് ആ അത് ഏതൊക്കെ സ്വരങ്ങൾ നമുക്ക് അടുക്കി വെക്കാം? എനിക്കൊരു പമകസ തോന്നുന്നുണ്ട്. പമഗസ. ആ പമഗസ പഠിക്കോ? പമകസ ഓക്കെ. അത് ആ കുറച്ച് മുത്തുകളായി. അടുത്ത നി പമക. അപ്പൊ മധു പാടി. മധുവിനാണ് പഠിപ്പിക്കണത്. മധുവാണ് പാട്ടുകാരൻ കേട്ടോ. ആ അപ്പൊ എങ്ങനെയാണ്? പമകസ പമഗസ, നി പമക. നിപമഗ, അടുത്തത് സനി പമക സനിഗസ. സനി പമഗസ നിഗസ. അപ്പൊ 1 2 3 4 പമകസ നി പമക സനി പമക സനിഗസ. ആ ഇനി അടുത്ത ഫ്രേസ്. ആ അടുത്ത മുത്തു.
ഗസനി സമ ഗസ ഗ പമ ഗ മണി പമ പ സനി നി പമ ഗ ഗസ ഗസനി ഗസ. ഓ ഗസനി സമ മഗ സഗ പമ ഗ മനി പമ പ സനി നി പ പമ മഗ ഗസ നി ഗസ. ആ ഇനി അവസാനത്തെ ഫ്രേസ് എല്ലാം കൂടെ ഒന്നിച്ച് മുത്തുമാല ആക്കണം എങ്ങനെയാ? സഗനി സ ഗമ സ ഗമ പ ഗമ പനി മ പ സനി നി പമ ഗ ഗസ സനി നി പമ ഗ സനി നി പ പമ മഗ ഗസനി ഗസ. ആ അപ്പൊ ഈ സനി നി പ പമ മഗ ഗസനി ഗസ ആണ് ഇവിടെ ഹുക്ക് ട്യൂൺ അല്ലേ? Yes. സനി നി പ പമ മഗ ഗസനി ഗസ സനി നി പ പമ മഗ ഗസനി ഗസ സനി നി പ പമ മഗ ഗസനി ഗസ. സൂപ്പർ സൂപ്പർ. താങ്ക് യു സാർ. വേറെ സംഭവം അങ്കിൾ ആ മുത്താകും എന്ന് പാടിയില്ലേ? ആ അതെങ്ങനെയാ? മുത്താകും കും. അതെ അതെ. അങ്ങനെയില്ലല്ലോ. ഉണ്ട്. പരിഭവമൊരു പാട്ടാകും സ്വരമണിയുടെ മുത്താകും ആ ദാസാറ് പാടിയപ്പോ ഞാനേ മുത്താകും അങ്ങനെയാ ഞാൻ കേട്ടത്. ദാസാറ് പാടി. ഇങ്ങനെ പാടിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ആ, അതെ, അത് അത് മുഴുവനാക്കിയിട്ട് വേണം ആദ്യ രാത്രിയിൽ ആതിരേ നിൻ അത് പാടാനായിട്ട് കേട്ടോ. ആ പിന്നെ ഇടയ്ക്ക് തുണ്ടു പല്ലവി പാടി ഉക്കറായിരുന്നു. അതെ അതെ. താങ്ക് യു സാർ. മല്ലികപ്പൂ അങ്ങനെ പാടില്ല? അതെങ്ങനെ പാടിയ? മല്ലികപ്പൂ പൊട്ട് തൊട്ട് ആ അള്ളിവയിൽ ചില്ലണിഞ്ഞ് പന്തിനില പന്തലിലെ സവാഷ്. മുന്തിരിത്തേൻ മുത്തണിഞ്ഞ്. മിടുക്കറാണല്ലേ മധു? അതെ അതെ അതെ. സൂപ്പർ അല്ലേ അവൻ? മിടുമിടുക്കനാ, മിടുമിടുക്കൻ. വെറും മിടുക്കനല്ല, മിടുമിടുക്കൻ. താങ്ക് യു സാർ. നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. ആ താങ്ക് യു സാർ. ഇത് നേരത്തെ MJ അങ്കിൾ പറഞ്ഞ പോലെ നല്ല അത് മുഴുവൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് അത് ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ദാസങ്ങൾ പാടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ. ഓക്കെ. എനിക്ക് അന്തിനീല ഫസ്റ്റ് പല്ലവിയില് ഒന്ന് കേക്കട്ടെ. പന്തിനില പന്തലിലെ. ഇപ്പൊ ഒന്നുകൂടി ഭംഗിയായി. ടേക്കിന്റെ സമയത്ത് കുറച്ചൊന്ന് അവിടെ നിന്ന് ഒതുങ്ങിയ പോലെ തോന്നി. അന്തിനീല പന്തലിലെ മുന്തിരിത്തേൻ മുത്തണിഞ്ഞ് അതൊക്കെ ഭംഗി കൂട്ടാവുന്ന സ്ഥലങ്ങളാ കേട്ടോ. അതൊക്കെ അട്രാക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാ അതൊക്കെ. ബാക്കിയെല്ലാം സൂപ്പറായിട്ട് പാടി. അതുപോലെ തന്നെയാണ് ഉഷസുണരുമൊരാരാമം കസവണിയുമൊരാകാശം. ആകാശമാണ് ആകാശം കേട്ടോ. ആകാശം അത് ആകാശം ആകാശം. എങ്ങനെയത്? ആകാശം. നിന്റെ ഗാനമൊരിന്ദ്രനീല. അപ്പൊ അതിന് ആ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ ആ സംഗതി പാടാതിരുന്നത്? ഉഷസുണരുമൊരാരാമം കസവണിയുമൊരാകാശം നിന്റെ ഗാന. അല്ല, അത് ബുദ്ധിമുട്ടുള്ളോണ്ടല്ല, അത് ദാസാറ് പാടിയത് ഞാൻ വേറെ കേട്ടോണ്ടാ. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇങ്ങനെയാണ് യഥാർത്ഥത്തില്. ആകാശം ആണ് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, ഉഗ്രനായിട്ട് പാടി. ഏറ്റവും അവസാനം നിർത്തിയത് ശ്രുതിയിലല്ലായിരുന്നു, ചില്ലണിഞ്ഞു. ഇങ്ങനെ ആഡ്ലിപ്പ് പാടിയില്ലേ? ആഡ്ലിപ്പ് അവസാനം. അതാ പാടിയതിന് ശേഷം പെട്ടെന്ന് അങ്ങനെ കേറുമ്പോളേ എന്തിനാ MJ സാർ ഇങ്ങനെ വെച്ച്? എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തത്. അപ്പൊ എനിക്ക് ആ നിർത്തിയത് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, വളരെ നന്നായിട്ട് പാടി. അവസാനം മല്ലികപ്പൂ ഇങ്ങനെ ആഡ്ലിപ്പ് പോലെ പാടിയില്ലേ, അതിന്റെ അവസാനം ചില്ലണിഞ്ഞു. ഏറ്റവും അവസാനം നിർത്തിയത് ശ്രുതിയിലല്ലായിരുന്നു, അതിങ്ങനെ ആടി ആടി നിന്നു കേട്ടോ. അതാണ് എനിക്കൊരു ചെറിയ പ്രശ്നം തോന്നുന്നത്, മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, മിടുക്കനാണ്. പിന്നെ പെട്ടെന്ന് കമ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോ മാലകള് മുത്തുകൾ കോർത്ത് പെട്ടെന്ന് പാട്ടുണ്ടാക്കിയില്ലേ, മാലപ്പടക്കം പോലെ. അതെ. അപ്പൊ വെറും നിസ്സാരക്കാരനല്ല നമ്മുടെ റിയാൻകുട്ടൻ. ഓക്കെ, അപ്പൊ എന്തായാലും കലക്കി. താങ്ക് യു സാർ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? എന്തൊരു മിടുക്കനാ റിയാൻകുട്ടൻ. MJ സാർ ഇങ്ങനെ സ്വരം പാടി തന്നപ്പോഴത്തേക്ക് അടുത്തത് തിരിച്ചു പാടിക്കൊടുക്കാം. അതെ അതെ, അത് മുന്നേ പഠിച്ചൊന്നും അല്ലല്ലോ, അപ്പാട് തോന്നുന്നു പാടുന്നതാണോ? അതെ 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 അല്ലേ? അതിന് തന്നെ ഒരു കയ്യടി എന്റെ വക കേട്ടോ. എനിക്ക് അങ്ങനത്തെ സ്കില്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. റിയാൻകുട്ടന്റെ മ്യൂസിക്കിലുള്ള ആ ഡെപ്ത് ഇല്ലേ, ആ ഒരു നോളജ്, അതാണ് അത് കാണിക്കുന്നത്.
കൂടുതൽ കൂടുതൽ പാട്ടിന്റെ ഉള്ളിലേക്ക് പോയി അതിനെ പഠിച്ച് അതിനെ നീറ്റാക്കി അതിനെ പ്രസന്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അതെ മ്യൂസീഷ്യൻ കൂടിയാണ് നമ്മുടെ റിയാൻകുട്ടൻ. അത് പിന്നെയും തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്ന് റിയാൻകുട്ടൻ ചെയ്തത് കേട്ടോ. മിടുക്കനായിട്ട് പാടി, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ മോഡുലേഷൻസ് ഒന്ന് ശരിയാവണം എന്ന് തോന്നി. ഓക്കെ, പിന്നെ അതുപോലെ ആ ഒരു ഫിനിഷിങ് മുത്താകും അതും ആകാശവും അത് രണ്ടും കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയേനെ. ഓക്കെ റിയാൻകുട്ടൻ, മിടുക്കനായിട്ട് പാടിയേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. റിയാൻ മനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു. ഇഡ്ലോസ്കി മറ്റേ ആ മുത്താകും ഞാനും കേട്ടില്ല. അപ്പൊ ഞാൻ എന്ത് പറ്റി, അതെന്താ പാടാൻ, എന്നാ പറ്റിയത് സ്വരമണിയുടെ മുത്താകും താനാനി അത് പാടിയില്ലായിരുന്നു. എന്നാലും ഇപ്പൊ പാടിയപ്പോ സൂപ്പറായി കേട്ടാ. ഓക്കെ, ഗംഭീരം. അങ്ങനെ അങ്ങ് പോട്ടം കൂടാ. സ്വരത്തിന്റെ മുത്തുമാല സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ വാര്യരെ അടിപൊളി, സൂപ്പറായിരുന്നു കേട്ടാ. കൊള്ളാം കുഞ്ഞ് കൊള്ളാം കുഞ്ഞ് കൊള്ളാം കുഞ്ഞ് ആ കൊള്ളാം കുഞ്ഞ് ആ മല്ലികപ്പൂ മറ്റേ സംഗതി ഇട്ടാ സീറ്റില് ഞാനേ ഗായത്രി വേണ ഒരു ദിവസം സംഗതി ഇട്ട് വായിച്ചു സാറേ. അതെങ്ങനെയായിരുന്നു? പന്തലിലേ ഗായത്രി വീണേല കൊണ്ടുവന്നിട്ടുണ്ട്. അതില്ല, കസു ഉണ്ടേ ആണല്ലേ. ഓൾ ദി ബെസ്റ്റ് സാറേ. എനിക്ക് ഇനി സാറിന്റെ റെക്കോർഡിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സാറൊന്ന് എന്നെ വിളിക്കണേ. അത് മാത്രല്ല, അപ്പൊ എനിക്ക് ഒന്ന് കാണണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാ കാണാം, കേൾക്കാം, അനുഭവിക്കാം. അതാണല്ലോ സംഗീതം എന്ന് പറയണേ. അത് നിറയെ ഉണ്ടല്ലോ റിയാൻകുട്ടന്. അതുകൊണ്ട് സാറിനെ ഒന്ന് കാണിച്ചറിഞ്ഞ റെക്കോർഡിങ്. പക്ഷെ പഠിച്ചിട്ടേ വരുള്ളൂന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? എങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂന്നല്ലേ എന്റെ അടുത്ത് പറഞ്ഞേ? അസിസ്റ്റന്റ് അല്ല, റെക്കോർഡിംഗ് ഒന്ന് കാണാലോ. അത് സാറ് പറയണേ, ഞാൻ പോവും. ഞാൻ പറയട്ടോ, അപ്പൊ വരണട്ടോ. മാർക്ക് വേണ്ടേ? മാർക്ക് വേണം. പാട്ടിന്റെ മുത്തുമാല കോർത്ത നമ്മുടെ റിയാൻകുട്ടന് ഇന്നത്തെ മാർക്ക് 97.5 out of 100. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് ഇനി ഒരു ഡ്യൂറ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇൻട്രസ്റ്റിംഗ്. വിജി ചേച്ചിക്ക് ഡ്യൂറ്റ് കേൾക്കാൻ ഇഷ്ടാണോ? പിന്നെ ഇഷ്ടമാണോ? ഡ്യൂറ്റ് പാടാൻ വേണ്ടി നല്ല അടിപൊളി 2 പേര് വരാൻ പോവാണ്. ആരൊക്കെയാണ്? ജഗത് ആൻഡ് കുഞ്ഞാറ്റ. സൂപ്പർ കോമ്പിനേഷൻ. കുഞ്ഞാറ്റ ഭയങ്കര സൂപ്പർ ആട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വന്നതാ കുഞ്ഞാറ്റ. ജഗജ്ജാല ഖിലാടിയാണ്. ജഗജില്ലനാണോ? ജഗജില്ലാണ്. ജഗത് കിഷോർ കുഞ്ഞാറ്റ ഓടി വരൂ. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എയർ ഇന്ത്യയില് മറ്റേ തൊഴുതു രാജാവ്. അതും ഇന്ത്യൻ കോഫി ഹൗസിൽ ഫുഡ് തരാൻ വരുന്ന ആളാണോ? സുൽത്താൻ. അറബിയാണോ? അറബി. അസ്സലാമു അലൈക്കും. അറിയില്ല. കുഞ്ഞാറ്റ കൂടി എന്തോന്ന് കാര്യമായിട്ട് നല്ലൊരു കിടിലൻ പെർഫോമൻസിനുള്ള ഒരു പരിപാടിയാണ്. അതെന്തായാലും കണ്ടാൽ ഉറപ്പാ രണ്ടുപേരും. നന്നായിട്ടുണ്ടല്ലേ കോസ്റ്റ്യൂം? കിടിലൻ കോസ്റ്റ്യൂം. അതെ നന്നായിട്ടുണ്ട്. വിജിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട് മിസ്സേ. മാം കുഞ്ഞാറ്റേ എന്തോ സുഖാണോ? അന്ന് നമ്മള് ഒന്നിച്ച് പാടിയതൊക്കെ അല്ലേ ഓർക്കണില്ലേ? അതെ, ഞാൻ നന്നായി ഓർക്കുന്നുണ്ട്. അയ്യോ, എന്ത് സൂപ്പർ പാട്ടാന്നേ. ഞാൻ ടോപ്പ് സിംഗർ കേൾക്കുമ്പോഴൊക്കെ ഓർക്കാറുണ്ട് കുഞ്ഞാറ്റ. ഇവിടെ വീട്ടിൽ വന്ന ആളല്ലേ, ഞാൻ വീട്ടിൽ പറയാറുണ്ട് അടിപൊളി. ജഗ്ഗു എന്തോ ഏത് പാട്ട്? വിളക്ക് കൊളുത്തി വരും അറബു കഥകളുടെ. വിദ്യാജി. അപ്പൊ കിളിച്ചുണ്ടൻ മാമ്പഴത്തിന്റെ സ്വാദെല്ലാം വരുന്ന ഒരു പാട്ടായിരിക്കട്ടെ. All the best. All the best. All the best. All the best. All the best കുഞ്ഞാറ്റ ജഗ്ഗു. Thank you.
വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. മിസ്റ്റർ ജഗു, എന്തോ മിസ് കുഞ്ഞാറ്റ, എന്തോ സൂപ്പർ. താങ്ക് യു സാർ. കലക്കി കലക്കി ഉഗ്രനായിരുന്നു. നല്ലൊരു ഓളം ഉണ്ടാക്കി, നല്ലൊരു ഓളം സൃഷ്ടിച്ചു. താങ്ക് യു സാർ. നന്നായിരുന്നു. താങ്ക് യു സാർ. പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. പല ഭാഗങ്ങളും നല്ല ഭൂരിഭാഗവും വളരെ മനോഹരമായിട്ട് തന്നെയാണ് പാടിയത്. താങ്ക് യു സാർ. തുടക്കത്തില് കുറച്ചിങ്ങനെ കറക്റ്റ് ഗ്രൂവിൽ വരാത്ത പോലെ തോന്നി, ക്വാണ്ടൈസ് ചെയ്തത്. ക്വാണ്ടൈസ് ചെയ്യാത്ത പോലെ തോന്നി. യെസ്. രണ്ടുപേർക്കും വന്നു. ആദ്യത്തെ തവണ ജഗ്ഗുവിന്റെ ഓക്കെ ആയിരുന്നു. കുഞ്ഞാറ്റ പാടിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊന്നൊരു ഒരു പിടുത്തം പോലെ തോന്നി. പിന്നെ അടുത്ത തവണ ജഗ്ഗു പാടിയപ്പോഴും അവിടെ ജഗ്ഗുവിനും തോന്നി എനിക്ക്. പക്ഷെ ലാസ്റ്റ് പല്ലവിയിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഏകദേശം അത് കറക്റ്റായിട്ട് ഒന്നു തുടങ്ങി. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. പിന്നെ താനെ ചൂടുമീ എന്നുള്ളതിന്റെ അത് കുഞ്ഞാറ്റയാണോ പാടിയ? അതെങ്ങനെയാ പാടിയ? അത് ആദ്യ ഫസ്റ്റ് പല്ലവിയിൽ കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആവണമെന്ന് എനിക്ക് തോന്നി. താനെ പാടും ഈ സാരംഗികൾ. സാരംഗികൾ, അതെ അതെ അതെ. യെസ്, അതും അത് താനെ പാടുമീ ആരാ? അതെ, അത് രണ്ടും ഓക്കെ. അത് പിന്നെ എനിക്ക് പല ഭാഗങ്ങളും ഭൂരിഭാഗം അനുപല്ലവിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ചരണം ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രശ്നമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. പക്ഷെ നല്ലൊരു എനർജി ഉണ്ട്, കേൾക്കാൻ നല്ലൊരു ഗുമ്മുണ്ടായിരുന്നു. അടിപൊളി. ഓഹോഹോ പാടിയില്ലേ? അത് ഓഹോഹോ ആയിരുന്നു കേട്ടോ. അത് വയലൻസിന്റെ കൂടെ വന്നപ്പോ ഒരു രോമാഞ്ചിഫിക്കേഷൻ. അതെ, അതൊന്നുകൂടെ പാടിത്തരാമോ? ഇത് മോഹമാടുമൊരു തൂമഞ്ചം ഊരി നീ പകരു രോമാഞ്ചം നേരവില്ലിതിൽ കായവില്ലിതിൽ വന്ത്രക്കൂടാരോ അതെ, ടോപ്പ് ബാൻഡ് സൂപ്പർ ആയിരുന്നു. രണ്ടുപേരും കൂടെ പാടുമ്പോഴേ രണ്ടുപേരും നല്ല കുറുമ്പാണെങ്കിലും ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്പേസ് കൊടുത്തട്ടോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേസമയം ഓരോരുത്തരും ഇൻഡിവിജ്വാലിറ്റി കീപ്പ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അത് ദ്വൈതമല്ല, അദ്വൈതമാണ് അല്ലെ? ദാറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ കേട്ടോ. ഒരു ഡ്യുവറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ശരിക്കും 3 വോയിസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് ജഗുവിന്റെ വോയിസ്, ഒന്ന് കുഞ്ഞാറ്റെ, എന്റെ വയസ്സ് സാറേ, ആ വോയിസ് തന്നെ സാറേ, അത് തന്നെ. പക്ഷെ രണ്ടുപേരുടെയും കൂടെ കൂടുമ്പോഴുള്ള ഒരു വോയിസ് ഉണ്ട്, അത് മൂന്നാമത്തെ വോയിസ്. അപ്പൊ ഈ 3 വോയിസസ് ത്രിവേണി സംഗമമായിട്ട് അത് വന്നിട്ടുണ്ട്. അത് പിന്നെ ആ കൊട്ടാരം എന്ന് പാടിയത് അതാണ് കുഞ്ഞാറ്റക്കുട്ടിയുടെ ഒരു ഒബ്സർവേഷൻ. അതായത് സുജി ചേച്ചി എങ്ങനെയാണോ ആ കൊട്ടാരം എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് പാടിയില്ലേ? അതൊന്ന് പാടിക്കേ. ഭൂമിയില്ലിതിൽ വാനമില്ലിതിൽ സ്വപ്ന കൊട്ടാരം. അത് നല്ലൊരു ഡെലിക്കേറ്റ് എക്സ്പ്രഷൻ, ഡെലിക്കേറ്റ് ന്യൂആൻസ് ആയിരുന്നു, അത് കൊള്ളായിരുന്നു. പിന്നെ ചാരുതേ എന്ന് പാടിയതാരാ? അനുപല്ലവി. അത് മിടുക്കനായിട്ട് പാടിയ പാടിയോ? റമദാൻ പിറ പോലെ തെളിവോലും ചാരുതേ ഗസലായി ലാസ്യം നന്നായിരുന്നു. ഇതൊരു നിറങ്ങൾ തൻ നൃത്തം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? വെരി കളർഫുൾ രംഗോലി അല്ലെ? ഒരു ഹോളി സെറ്റപ്പാണ്. സൂപ്പർ ആയിട്ടുണ്ടേ, എല്ലാം കൊണ്ടും സൂപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്നില്ല, ഞാനും കാരണം ആകത്തുകയിൽ ഇത് വളരെ വളരെ നന്നായിരിക്കുന്നു എന്റെ കുഞ്ഞിമക്കളെ. എനിക്ക് കുഞ്ഞാറ്റയുടെ ഈ കോസ്റ്റ്യൂം കാണുമ്പം ഇതേ സിനിമയിലത്തെ വേറൊരു പാട്ട് ഓർമ്മ വരുന്നു. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി ൂണ്ടാലിപ്പുഴയൊരു വമ്പത്തി ൂണ്ടാലിപ്പുഴയൊരു വമ്പത്തി അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ പിന്നും മെഹറും കൊണ്ടു നടന്നവർ കൂടി കൂടി താടി വളർത്തി കയറൂരി പാഞ്ഞു വണ്ടി പകർത്തി ൂണ്ടാലിപ്പുഴയൊരു വമ്പത്തി ൂണ്ടാലിപ്പുഴയൊരു വമ്പത്തി. എനിക്ക് അതാണ് നിങ്ങളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം കണ്ടപ്പോ ഓർമ്മ വന്നത്. ആ ഫുൾ സിനിമ ഓർമ്മ വന്നു. നല്ല സൂപ്പർ ആൽബം ആണ്, കിടിലം പാട്ടുകളുണ്ട്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. പിന്നെ ഒന്നാനാ കുന്നിന്മേലെ, ഒന്നാങ്കിളി പൊന്നാങ്കിളി, ഇതൊക്കെ കിടിലം പാട്ടുകളാണ് അല്ലെ? എല്ലാം സൂപ്പർ പാട്ടുകളാണ്. ഇന്ന് ജഗ്ഗുവും
കുഞ്ഞാറ്റക്കിളിയും അടിപൊളിയായിട്ട് പാടി. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു കോൺഫിഡൻസ് ആണ്. ഇന്ന് വന്നു, ഞങ്ങൾ ഇന്ന് തകർക്കും, അതാണ് ആ ഒരു കോൺഫിഡൻസ്. പാട്ട് കിട്ടടെ പറഞ്ഞതാണോ? പിന്നെ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതൊന്നും കൊള്ളായിരുന്നു. പാടുമ്പോ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ വേണ്ടിട്ട്. അത് പറഞ്ഞ പോലെ തന്നെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടി കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് കീപ്പ് ചെയ്തുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ പാടി തകർത്തു കേട്ടോ. എനിക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ചെറിയ ചെറിയ മോഡുലേഷൻസ് ആണ്. അത് ഇന്നത്തെ പാട്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ മോഡുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആകെ ഒരു ടൈമിംഗ് പ്രശ്നമാണ് ആദ്യം തോന്നിയത്. പക്ഷെ അത് പിന്നെ അനുപല്ലവിയും ചരണമൊക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അത് ഞാൻ മറന്നു. ട്രാക്കിലേക്ക് വീണു. പിന്നെ ട്രാക്കിലേക്ക് കറക്റ്റ് ആയി. പിന്നെ സൂപ്പർ. വിജികുട്ടി എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിട്ട് കേൾക്കാൻ വേണ്ടിട്ട്? ഹലോ ജഗ്ഗൂസ്. എന്തോ കുഞ്ഞാറ്റെ എന്തോ സൈൻ തമാം. പാട്ട് നന്നായിരുന്നു കേട്ടോ. സോറി, രണ്ടുപേരും സൂപ്പർ പാട്ടായിരുന്നു. ആദ്യം ഒന്ന് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയെന്നേ, ലൊക്കേഷൻ കിട്ടിയില്ലല്ലേ. തകരാറില്ലായി. പിന്നെ സംഗതികളും ആ മോഡുലേഷൻസ് ഒക്കെ എന്ത് രസമായിരുന്നു. ചേച്ചി സൂപ്പറായിരുന്നു. വാ വിജികുട്ടി എന്തോ ഒറ്റയ്ക്കൊരു സംഘഗാനം പാടാൻ പറ്റുമോ? ആയിക്കോട്ടെ. രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ കുങ്കുമം പെയ്യുമീ വേളയിൽ, ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ, രാമായണക്കാറ്റേ എന്നീലാംബരിക്കാറ്റേ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നല്ലോ. രണ്ടുപേരും നല്ല എൻജോയ് ചെയ്ത് പാടി. രണ്ടുപേർക്കും ഒരേ മാർക്കാണ്. 98.5 ഔട്ട് ഓഫ് 100. ജഗത്തേട്ടനോ കുഞ്ഞാറ്റ ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ. ഒന്ന് മതകള് വന്നോ? ഞാൻ മാത്രം മതിയോ? രണ്ടുപേരല്ലേ അവര്? മതങ്ങൾ മതി. നല്ല വെളിച്ചെണ്ണയാണ്, വേണമെങ്കിൽ കുടിക്കാം. പിന്നെ തേച്ച് കുളിക്കാം. പിന്നെ ഭക്ഷണത്തിൽ മെഴുക്കുപുരട്ടി, തോരൻ, അതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം. ഇഷ്ടമുള്ളത് എന്തും. ഓക്കെ, വറുത്തതും പൊരിച്ചതും എല്ലാം. അപ്പൊ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് കിങ്ഡം ബോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ്.